ഹലോ എവരിവൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാർ ഇവിടെ ആരംഭം കുറിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ദിനേന എന്നോണം നമ്മൾ വ്യത്യസ്ത വെബിനാറുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു ഇന്നർ ചൈൽഡ് വൂൺസ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു വെബിനാറാണ് നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നത്. ഇന്നർ ചൈൽഡ്, അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത കോഴ്സുകൾ നമ്മൾ വെമ്പിൾ അക്കാദമിയിൽ ചെയ്യുന്നുണ്ട്. ഇന്നർ ചൈൽഡ് ബേസിക് വർക്ക്ഷോപ്പ് 4 days, അതേപോലെ തന്നെ ഇന്നർ ചൈൽഡ് അഡ്വാൻസ്ഡ് 2 week വർക്ക്ഷോപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇന്നർ ചൈൽഡ് എന്താണെന്നും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും പലർക്കും ചില ധാരണ ഇല്ലാത്തവരുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഇന്നർ ചൈൽഡ് എന്നുള്ളതിന്റെ ഒരു ആമുഖം ആയിരിക്കും ഇന്ന് നമ്മൾ ചെയ്യുക, ഇന്നർ ചൈൽഡ് വോൺസിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ടറി സെഷൻ ആയിരിക്കും നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുക. ഇന്നർ ചൈൽഡ് എന്താണ്, അതിന്റെ വോൺസുകൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു സെഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് കുറച്ച് ആ ഒരു മേഖലയിലുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ഒരു സെഷൻ നിങ്ങൾക്കിത് മതിയാകും. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വോൺസുകൾ ഉണ്ട്, അതിനെ ഹീല് ചെയ്യേണ്ട ടെക്നിക്കുകൾ ഉണ്ട്. അതെല്ലാം അത്തരം ഹീലിംഗ് ടെക്നിക്സുകളെല്ലാം നമ്മളിവിടെ പറയാം. മറിച്ച് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ഭാഗവും അതേപോലെ തന്നെ അതിൻ്റെ വോൺസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ അഡ്വാൻസ്ഡ് കോഴ്സുകളിൽ, നിങ്ങൾ ഇന്നർ ചൈൽഡിന്റെ കോഴ്സുകളിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റിന്റെ ഒരു കോഴ്സ് വെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട്, വർഷ മാമിന്റെ കീഴിലായിട്ട് നമ്മൾ അടുത്ത ബാച്ച്, അതിന്റെ ഒരു 7th ബാച്ച് നമ്മൾ ജൂലൈ 3rd മുതൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും ഒരു കുട്ടിയെ അസസ്മെന്റ് എടുത്ത് റെമഡിയേഷൻ നൽകാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവർക്കുള്ള ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ, വെമ്പിൾ അക്കാദമി വ്യത്യസ്തമായിട്ടുള്ള സ്കൂളുകളിൽ ക്യാമ്പും അതേപോലെ തന്നെ സൗജന്യ അസസ്മെന്റ് ആൻഡ് റെമഡിയേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫിസിക്കലി വന്ന് അത്തരം ക്യാമ്പുകളിൽ പങ്കെടുക്കാനുള്ള അവസരവും നമ്മൾ ഇത്തരം റെമഡിയേറ്റേഴ്സിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഇവിടെ ഈ ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെ പറയാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. നമ്മുടെ വെബിനാറുകളിൽ സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യുന്ന പാർട്ടിസിപ്പൻസ്, നിങ്ങളെല്ലാവരെയും അപ്രിഷ്യേറ്റ് ചെയ്യാണ്. നമ്മളുടെ അറിവുകളെ നവീകരിച്ചുകൊണ്ടും നമ്മുടെ കഴിവുകളെ മികവുറ്റതാക്കിയും തീർച്ചയായിട്ടും ആസ് എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാനുണ്ട്. നമ്മളെ തേടിയിരിക്കുന്ന, നമ്മളെ കാത്തിരിക്കുന്ന ആയിരക്കണക്കായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ ഫാക്കൽറ്റി വർഷ മാമാണ്. എറണാകുളം ആണ് മാമിന്റെ സ്വദേശം. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റുമായിട്ട് അതേപോലെ തന്നെ റെമഡിയൽ ട്രെയിനറായിട്ട് മാം വെമ്പിൾ അക്കാദമിയിൽ വർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ വെമ്പിൾ അക്കാദമിയിലെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾക്ക് മാം ലീഡ് ചെയ്യുന്നു. അപ്പോൾ മാമിനെ ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മാമിന് ചെറിയ അസൗകര്യമുള്ളത് കൊണ്ട് മാം ഓഡിയോയിലായിരിക്കും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും വളരെ ഹൃദ്യമായി ഒരു സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർഷ മാമിനെ ഞാൻ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. Thank you, sir. Good evening, all. Audible ആണോ? Good evening, ma'am. Good evening.
Okay. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്നർ ചൈൽഡിനെ പറ്റിയിട്ടാണ് അല്ലെ. ഇന്നർ ചൈൽഡും പിന്നെ ഇന്നർ ചൈൽഡ് വൂൺസിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമ്മൾ പൊതുവെ ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്ത കുറച്ച് പേർക്കെങ്കിലും ഇന്നർ ചൈൽഡ് എന്താന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും. കാരണം ഇപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് തെറപ്പി. കുറെ ആളുകളുടെ സ്റ്റാറ്റസിലൊക്കെ ആണെങ്കിലും ഒക്കെ തന്നെ ഇപ്പൊ ഇന്നർ ചൈൽഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഏകദേശം ജസ്റ്റ് ആ പേരെങ്കിലും നമ്മളൊക്കെ കേട്ടിട്ടുള്ളവരായിരിക്കും അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നർ ചൈൽഡ് എന്താണെന്നും ആ ഇന്നർ ചൈൽഡിന് വരുന്ന വൂൺസ് ഏതൊക്കെയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു പാർട്ടാണെന്നാ പറയാം നമ്മൾ ഇന്നർ ചൈൽഡിനെ. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു സൈക്കോളജിക്കൽ നമ്മളൊരു കോൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിച്ച ഓരോ എക്സ്പീരിയൻസസ് ഉണ്ടാവുമല്ലോ. നമ്മൾ ചൈൽഡ്ഹുഡിൽ നമ്മൾ ഫേസ് ചെയ്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും, കുറെ എക്സ്പീരിയൻസസ് ഉണ്ടാവും, പല ഇമോഷൻസ് ഉണ്ടാവും. ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഇന്നർ ചൈൽഡ് എന്ന് പറയാം. അപ്പൊ അതില് നമ്മളുടെ നേരത്തെ പറഞ്ഞ ഇമോഷൻസ്, മെമ്മറീസ്, എക്സ്പീരിയൻസസ് അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും ഈ ഒരു ഏരിയയിൽ സ്റ്റോർ ആവും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഏജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ നമ്മളൊക്കെ അഡൾട്ട്സ് ആണ് അല്ലെ. അപ്പൊ നമ്മളുടെ കുട്ടിക്കാലത്ത് ഒരു നമ്മള് 7 ഇയേഴ്സ് വരെയാണ് ചില ആളുകൾ ഇന്നർ ചൈൽഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ചിലത് 12 ഇയേഴ്സ് 14 ഇയേഴ്സ് വരെയൊക്കെ നമ്മൾ ഇന്നർ ചൈൽഡിൽ വരുന്ന പ്രോബ്ലം ആയിട്ട് അങ്ങനെയും കൺസിഡർ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അതാണ് അതിന്റെ ഒരു ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നർ ചൈൽഡില് പലതരം ഫീലിങ്സ് ആയിരിക്കും ഹോൾഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് പലതും ആവാം. അപ്പൊ എല്ലാം സങ്കടങ്ങൾ തന്നെയെന്നല്ല. നമുക്ക് ചിലപ്പോ നമ്മളുടെ ഹാപ്പിനെസ്, നമ്മളെ എക്സൈറ്റ്മെന്റ്, സാഡ്നെസ്, ഫിയർ അങ്ങനെ തുടങ്ങിയ പല ഫീലിങ്സും ഇത് ഹോൾഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇപ്പൊ എവിടെയെങ്കിലും ആരെങ്കിലും ഈ മണ്ണൊക്കെ ചുട്ട് കളിക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് വെറുതെ ആണെങ്കിലും കുറച്ചു നേരം ഒന്ന് നോക്കിയിരിക്കില്ലേ. ഇല്ലെങ്കിൽ ഇപ്പൊ വേറെന്തെങ്കിലും പണ്ട് കാലത്തെ മിഠായികളൊക്കെ കാണുന്ന സമയത്ത് വെറുതെ ഇത് കാണുമ്പോൾ എന്തോ മനസ്സിലൊരു സന്തോഷം അല്ലെ. ഇപ്പൊ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. അപ്പൊ ഇത് കണ്ടപ്പോ എന്റെ ചൈൽഡ്ഹുഡ് ഓർമ്മ എത്ര രസമായിരുന്നു അത്. ചിലപ്പോ ആ സമയത്ത് വേറെ സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ എന്നാലും ആ ഒരു കാര്യം കണ്ടപ്പോ നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചത് നമ്മളുടെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പോ ഈ ഒരു ഇന്നർ ചൈൽഡിലെ ഹാപ്പിനെസ് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഞാന് ഇന്നർ ചൈൽഡിന്റെ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ എറണാകുളത്താണല്ലോ. അപ്പൊ ഇവിടെ എറണാകുളം ബ്രോഡ്വേന്റെ അവിടെ ക്രിസ്മസിന്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും ഫുൾ ഇങ്ങനെ നക്ഷത്രങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടാവും. കുറെ ലൈറ്റും സീരീസ് സെറ്റും അങ്ങനെ ഫുൾ ആ റോഡ് മുഴുവനും ഇങ്ങനെ നക്ഷത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും. വെറുതെ ആണെങ്കിലും ആ വഴി പോകുമ്പോ ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഈ നക്ഷത്രം കാണുമ്പോ ഭയങ്കര ഹാപ്പിനെസ് കിട്ടും. അപ്പൊ അതെന്താന്ന് വെച്ചാൽ പലർക്കും പല കാര്യങ്ങളോടായിരിക്കും. അപ്പൊ കുഞ്ഞിലെ എനിക്കിങ്ങനെ നക്ഷത്രം തൂക്കുക, ക്രിസ്മസിന് പുൽക്കൂട് വെക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ചൈൽഡ്ഹുഡിൽ എന്നെ ഏറ്റവും എനിക്ക് ഹാപ്പിനെസ് തന്നിരുന്ന ഒരു കാര്യമാണ് ഈ ഡിസംബർ ടൈമിൽ ചെയ്തിരുന്ന ഈ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഇതൊക്കെ കാണുന്ന സമയത്ത് എന്തോ ഒരു ഹാപ്പിനെസ് വരുന്ന പോലെ തോന്നും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ ചൈൽഡ്ഹുഡില്, അത് വീണ്ടും കാണുന്ന സമയം നമുക്കൊരു ഹാപ്പിനെസ് കൊണ്ടെത്തിക്കുന്ന പോലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഇന്നർ ചൈൽഡില് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അന്ന് സന്തോഷം മാത്രമാണ് അല്ല, അവിടെ പല കാര്യങ്ങളും വരുന്നുണ്ട്. ചിലപ്പോ നമുക്ക് ലഭിക്കാതെ പോയ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ അങ്ങനെ കുറെ അൺമെറ്റ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടാവില്ലേ. നമ്മൾ ചിലപ്പോ കുഞ്ഞിലെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്നൊന്ന്. ഇപ്പോ ആ സമയത്ത് നമ്മളുടെ കെയർ ഗീവർ ആരാണോ, കെയർ ഗീവർ എന്ന് പറയാൻ കാരണം എന്താ, നമ്മളുടെ ആ ഒരു ഏജില് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏജ് അല്ലല്ലോ അല്ലെ. നമ്മളെപ്പോഴും നമ്മളുടെ കെയർ ഗീവറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് ഈ 7 ഇയേഴ്സ് വരെ അല്ലെങ്കിൽ 12 ഇയേഴ്സ് വരെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവരല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നമുക്ക് എന്താ ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവാം, എനിക്ക് എന്താ സ്നേഹം തരാത്ത, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഒരു സിബ്ലിംഗ് ഉണ്ടെങ്കിൽ ചേച്ചിക്കാണോ കുറച്ചുകൂടി സ്നേഹം കൊടുക്കുന്നത്, എനിക്ക് അത്രയും സ്നേഹം തരുന്നില്ലേ, എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കോ. ഇല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് കുറെ കാര്യങ്ങൾ അവരോട് പറയാനായിട്ടുണ്ടാവും, പക്ഷെ കേൾക്കാൻ അവരുണ്ടായിട്ടുണ്ടാവണം എന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോ സ്കൂളിലൊക്കെ നല്ല മാർക്ക് മേടിച്ച് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളും ചെയ്ത്
പാരന്റ്സിന്റെ അടുത്തേക്ക് വരുമ്പോ അത് നോട്ടീസ് ചെയ്യാൻ ചിലപ്പോൾ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ നമ്മളെ നോക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം ഒരു ക്ലയന്റ് പറഞ്ഞ കാര്യമാണ്, മാം പണ്ടൊക്കെ ഇങ്ങനെ വളർന്നു വരല്ലേ, നമ്മൾ വളർത്തല്ലല്ലോ കുട്ടികളെ, അവരിങ്ങനെ സാധാരണ ഈ ചെടികളൊക്കെ എങ്ങനെയാ വളരാ അതുപോലെയാണ് അമ്മമാര് പണ്ട് കുട്ടികളെ വളരാൻ അനുവദിക്കുന്നത്. അതല്ലാതെ നമ്മളുടെ കാര്യങ്ങളൊന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം അത് അവരങ്ങനെ പറയാൻ കാരണം എന്താ, പല അവരുടെ ആവശ്യങ്ങൾ, പല നീഡ്സ്, ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം ഇങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. നമുക്ക് സ്നേഹം കിട്ടുക, ഒരു വാത്സല്യം കിട്ടുക, ഇതൊക്കെ ആഗ്രഹിക്കാത്ത ആരും ആ ഒരു പ്രായത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ചില സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ കുറെ ആഗ്രഹിച്ച് അവരുടെ അടുത്ത് പോകുന്ന സമയം അവര് ചിലപ്പോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കും ഉണ്ടാവുക. അപ്പോ നമ്മളെ കേൾക്കാനായിട്ട് അവർ ചിലപ്പോ ഉണ്ടാവണമെന്നില്ല, നമ്മളെ കെയർ ചെയ്യാനായിട്ട് അവർ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ചിലപ്പോ അത് അറിഞ്ഞുകൊണ്ടും ആവാം, അവരറിയാതെ ആവാം. പക്ഷെ നമ്മളെ കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കുന്നില്ല, അവരത് എന്തുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നതെന്നുള്ളത്. ഇപ്പൊ നമുക്ക് എങ്ങനെയാ, ഒരാള് നമ്മളോട് മിണ്ടിയില്ല എന്നാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കില്ലേ, എന്താ ഇവര് മിണ്ടാത്ത, എന്തായിരിക്കും റീസൺ, അത് നമ്മൾ പിന്നെ ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ കുഞ്ഞിലായിരിക്കുമ്പോ എങ്ങനെയാ, ആ പാരന്റ് നമ്മളോട് മിണ്ടിയില്ല അല്ലെങ്കിൽ നമുക്കൊരു അറ്റൻഷൻ തന്നില്ല എന്നാണെങ്കിൽ അതില് നമ്മള് പറയുന്ന കാര്യം അവർക്ക് തന്നെ ഇഷ്ടമല്ല, അത്രയായിരിക്കും. അതല്ലാതെ നമ്മൾ അതിനെ അതെന്തുകൊണ്ടാണ്, എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അനാലിസിസ് ഒന്നും നമ്മൾ കുഞ്ഞിലെ നടത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴും നമുക്ക് എന്താ കിട്ടുന്ന ഒരു ഹേർട്ടാണ് അല്ലെ. ചില സമയത്ത് നമ്മൾ ഇവർക്ക് ശരിക്കും വേണ്ടേന്ന് വരെ ചിലപ്പോ നമ്മൾ കുഞ്ഞിലെ നമുക്ക് തോന്നിപ്പോയിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ പേടിയായിരിക്കാം, അവരുടെ കൂടെ ജീവിക്കാൻ തന്നെ ചിലപ്പോൾ ഒരു പേടിയായിട്ടായിരിക്കാം നമ്മൾ നിന്നിട്ടുണ്ടാവാം. പലതരത്തിലുള്ള ഇമോഷണലി നമ്മളെ വേദനിപ്പിച്ച കുറെ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോ നടന്നിട്ടുണ്ടാവും. പല രീതിയിൽ നമ്മൾ കുറെ മുറിവുകൾ ഏറ്റിട്ടുണ്ടാവും. എസ്പെഷ്യലി എന്താ പറയാ, ചിലപ്പോ പാരന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ സ്കൂളിൽ പോയ സമയത്ത് ചിലപ്പോ ചില അധ്യാപകര് പറഞ്ഞ ചില കാര്യങ്ങളായിരിക്കാം. അതും ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ട് "അയ്യ, ഇതാണോ" എന്ന് തോന്നുന്ന പല കാര്യങ്ങളും അന്ന് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിൽ കുറെ ഇങ്ങനെ ഇമോഷണൽ വൂൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ എന്താ സംഭവിക്കാന്ന് വെച്ചാ, നമ്മളുടെ ഈ കുട്ടിക്കാലത്ത് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നമ്മളപ്പോ അങ്ങനെ ഇപ്പൊ പാരന്റ് നമുക്ക് അവൈലബിൾ അല്ല എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് അത് കഴിഞ്ഞപ്പോഴേക്കും വിചാരിച്ചു, കുറച്ച് നാളങ്ങോട്ട് കഴിഞ്ഞപ്പോ ഓക്കെ സാരില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മള് ബാക്കി പഠനവും അല്ലെങ്കിൽ മറ്റ് ജോലികളൊക്കെ ആയിട്ട് അങ്ങ് മുമ്പോട്ട് പോയി. പക്ഷെ ആ സമയത്ത് നമ്മൾ ഹീൽ ആയിട്ടില്ല കേട്ടോ, നമ്മൾ അത് ജസ്റ്റ് വിട്ട് കളഞ്ഞിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാ, നമ്മൾ അഡൾട്ടിലേക്ക് വരുന്ന ഒരു ടൈമില്ലേ, ചിലപ്പോൾ നമ്മൾ ആ സമയങ്ങളിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ, നമ്മൾ ജോലി ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെയോ, ചിലപ്പോ ഈ ഇന്നർ ചൈൽഡില് നമുക്ക് ഏറ്റ മുറിവുകള് നമുക്കൊരു പ്രശ്നമായിട്ട് ഈ സമയത്ത് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു ക്ലയന്റ് ഒരു പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്, ആൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര പേടിയാ, ചുറ്റുമുള്ളവരെയൊക്കെ പേടിയാണ്, അവിടെയുള്ള ബോസിനെയൊക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, സുപ്പീരിയർ ഓഫീസേഴ്സിനോട് മിണ്ടാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ കൂടുതൽ നമ്മൾ ചോദിക്കുന്ന സമയം ആള് പറയുന്നത് എന്ന് വെച്ചാൽ, ഞാൻ അവരായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, എന്നാലും എനിക്ക് പേടിയാണ്. അപ്പൊ അവരെ പറ്റി ചോദിക്കുമ്പോൾ അവര് ഫ്രണ്ട്ലി ഉള്ള ആളുകളാണ്, പിന്നെ എന്തുകൊണ്ടാണ് ഈ പേടി വരുത്തേന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല. ചെറിയ രീതിയിലല്ല, നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഹിസ്റ്ററി ഇങ്ങനെ ചോദിച്ച് ചൈൽഡ്ഹുഡിലേക്ക് പോയ സമയത്താണ് ആ ആളുടെ കുഞ്ഞിലെ ആളുടെ പാരന്റ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഓക്കെ, അമ്മയല്ല, അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ അച്ഛൻ സ്ട്രിക്റ്റ് ആയപ്പോ ആളെങ്ങും പുറത്തേക്ക് ഇറക്കില്ല, ഫുൾ ടൈം വീടിന്റെ അകത്ത് തന്നെ ആയിരുന്നു. എങ്ങും പുറത്തേക്ക് പോകാൻ പാടില്ല, റോട്ടീന്ന് വീട് വരെയൊക്കെ അടിച്ചടിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറ്റുക. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആള് ഓരോ കോഴ്സൊക്കെ ജോയിൻ ചെയ്യാൻ പോയി, എല്ലാം കഴിഞ്ഞു. പക്ഷെ ഇപ്പോ ഉള്ള ഈ ജോലി കയറിയപ്പോഴാണ് ഈ സുപ്പീരിയർ ഓഫീസേഴ്സിനെ കാണുമ്പോഴേക്കും ആൾക്ക് പേടിയാവാൻ തുടങ്ങി. അപ്പൊ അതിന്റെ റീസൺ നമ്മൾ ഒന്നും കൂടി ചൈൽഡ്ഹുഡിലെ കാര്യം റിലേറ്റ് ചെയ്ത് വെച്ച് ചോദിച്ച സമയത്ത് ആൾ ആ സമയത്ത് റിയലൈസ് ചെയ്യാണ്, ശരിയാണ്, കാരണം അന്ന് എന്റെ അച്ഛൻ എന്നെ കുറെ അധികം വഴക്ക് പറഞ്ഞിട്ടുണ്ട്, കുറെ അധികം ഉപദ്രവിച്ചിട്ടുണ്ട്. എനിക്ക് ഇവരെ കാണുന്ന സമയം അച്ഛന്റെ ആ ഒരു പ്രായമാണല്ലോ എന്ന് തോന്നുമ്പോ
എനിക്ക് അച്ഛനെയാണ് ഇവരിലൂടെ കാണാൻ പറ്റും. എനിക്ക് ആ ഓർമ്മകൾ എനിക്ക് കറക്റ്റ് ആയിട്ട് വരുന്നില്ലെങ്കിൽ പോലും അച്ഛനോടുള്ള പോലത്തെ ഒരു പേടി ഇവരിലേക്ക് വരാം. എന്ന് വെച്ചാൽ ആ പേടി തന്നെ നമ്മൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഹീൽ ചെയ്തില്ലെങ്കിൽ മറ്റൊരാളിൽ നമ്മളിത് കാണാനായിട്ട് തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മറ്റെന്തെങ്കിലും ഏത് തരത്തിലുള്ള വൂണ്ടാണെങ്കിലും നമ്മളെ അഡൾട്ട് ആവുമ്പോഴേക്കും അഫക്ട് ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ആരുമായിട്ട് നമ്മൾ അടുക്കില്ല, പേടിയായിരിക്കും ഇവരെന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമോ, ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്നുള്ളൊരു പേടി നമുക്ക് വരണം എന്നാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഇടയ്ക്കൊന്നും അങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്തേ പേടി അങ്ങനെ ആലോചിക്കുന്നുണ്ട്, പക്ഷെ എന്നാ പേടി മാറുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ, നമ്മളുടെ ചൈൽഡ്ഹുഡ് എടുത്ത് നോക്കുക. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷം നമ്മളുടെ പാരന്റ്സ് ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് മതി. കുട്ടിക്കാലത്തല്ലേ, നമുക്ക് ചിലപ്പോ അത് മതിയാവും അവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് അത് മാറാൻ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നർ ചൈൽഡിലെ വൂൺസ് മനസ്സിലാക്കാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ അതിനെ ഹീൽ ചെയ്യാന്നുള്ളത്. ഓക്കെ, അന്ന് എല്ലാവർക്കും ഇന്നർ ചൈൽഡ് ഹീലിംഗ് വേണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലർക്ക് വേണ്ടി വരില്ല. അതെന്താന്ന് വെച്ചാൽ നമുക്ക് വൂൺസ് ഉണ്ടാവും. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിൽ വർക്ക് ചെയ്ത് അതിനെ മാറ്റാനായിട്ട് ശ്രമിക്കും, അതിനെ ഹീൽ ചെയ്യാൻ ശ്രമിച്ചിട്ടായിരിക്കും അവർ മുമ്പോട്ട് വരാം. ചിലർ അതിനെ ഹീൽ ചെയ്തിട്ടുണ്ടാവില്ല, അതിനെ അങ്ങനെ വിട്ടിട്ടായിരിക്കും മുമ്പോട്ട് വരാം. അപ്പൊ അവർക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ ചില ആളുകളുടെ ലൈഫിൽ വരുന്ന ചില ആളുകൾ, ചില പാർട്ട്നേഴ്സ്, ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു, അതിൽ വരുന്ന ചില ആളുകൾ അവർ അത്രയും എന്ന് വെച്ചാൽ ഈ ഒരാള് അനുഭവിച്ച വൂൺസ് എന്തൊക്കെയാണ്, ആ വൂൺസിനൊക്കെ ക്യൂർ ചെയ്യുന്ന രീതിയിലുള്ള ഒരാളാണ് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നതെങ്കിൽ അവർക്ക് ഈ സ്പെഷ്യൽ ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ തെറാപ്പിയുടെ ഒന്നും ആവശ്യം വരില്ല. ആ ഒരു വ്യക്തി മതിയാവും ഈ വൂൺസ് ഒക്കെ ഒറ്റയടിക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അങ്ങനെയും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നർ ചൈൽഡ് ഹീലിംഗ് വേണോന്ന് ചോദിച്ചാൽ വേണം. പക്ഷെ എല്ലാവർക്കും തെറാപ്പി എടുക്കണോന്ന് നോക്കുമ്പോൾ അതെല്ലാവർക്കും ചിലപ്പോൾ ആവശ്യം വരില്ല. അതുപോലത്തെ ഒരാളാണ് നമ്മുടെ ലൈഫിൽ, അത് പാർട്ട്ണറായിട്ട് തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ഒരു ഫ്രണ്ട് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ കൊളീഗായിട്ടോ അങ്ങനെ ആരെങ്കിലും മതി. ചിലപ്പോൾ അവര് നമ്മളുടെ ആ ഒരു വൂണ്ടിനെ ക്ലിയർ ചെയ്ത് തരാനായിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതല്ലാത്ത പക്ഷം ഉറപ്പായിട്ടും നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ ഈ മുറിവുകളും വെച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഇപ്പോ ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളായിരിക്കും, പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ അതിങ്ങനെ കൂടുതലായി കൂടുതലായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നേ? Yes, ma'am. ഓക്കെ, ബാക്കിയുള്ളവർക്കോ ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ് മാം. Yes, ma'am. Clear on. ഓക്കെ, അപ്പോ ഈ ഇന്നർ ചൈൽഡ് വൂൺസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം വരുന്ന വൂണ്ടാണ് അബാൻഡൻമെന്റ് വൂണ്ട് എന്നാണ് നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നെഗ്ലക്ട് വൂണ്ട് എന്നൊക്കെ പറയും. അപ്പൊ അതിലെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കെയർ ഗിവേഴ്സ്, അതിപ്പോ പാരന്റ്സ് ആവാം, അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്ത നമ്മൾ ആ സമയത്ത് നമ്മൾ കൂടെ ഉണ്ടായിരുന്നത് ആരാണോ അവര് ഒന്നല്ലെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ ഇമോഷണലി അവര് നമ്മളുടെ നമ്മളെ നെഗ്ലക്ട് ചെയ്ത പോലത്തെ ഒരു തോന്നൽ നമുക്ക് വരാണ്. ഓക്കെ, അങ്ങനെ ആവുമ്പോഴേക്കാണ് ഈ അബാൻഡൻമെന്റ് വൂണ്ട് വരുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി, ഓക്കെ, അപ്പൊ ആള് 6 വയസ്സായിരുന്ന സമയത്ത് ആളുടെ അച്ഛൻ ഇവര് വിട്ടിട്ട് പോയി. ഇവര് വിട്ടുപോയി എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും മോളും കൂടി ആയിരുന്നു. പക്ഷെ അച്ഛനും അമ്മയും, അച്ഛൻ നന്നായിട്ട് കള്ളു കുടിക്കും. അങ്ങനെ ഇവര് ഹസ്ബൻഡും വൈഫും തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് ഹസ്ബൻഡ് പോയി ഇവരുടെ അടുത്ത്. അപ്പൊ ഈ മോൾക്ക് ആകെ 6 വയസ്സല്ലേ ഉള്ളൂ, അമ്മയും ഉണ്ട്. അപ്പൊ ഇവർക്ക് വേറെ മാർഗ്ഗമില്ല ജീവിക്കാൻ വേണ്ടിയിട്ട്. കാരണം അച്ഛനായിരുന്നു കള്ളു കുടിക്കുമെങ്കിലും പൈസ കൊണ്ടുവന്നിരുന്നത് അച്ഛനാണ്. അപ്പൊ അച്ഛനില്ലല്ലോ. അപ്പൊ അമ്മയാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് അങ്ങോട്ട് ജോലിക്കൊക്കെ പോയിട്ട് അമ്മ വേണം പൈസ ഉണ്ടാക്കാൻ, ഇവർക്ക് സർവൈവ് ചെയ്യണ്ടേ. അപ്പൊ അതിന് അമ്മ വേണം പൈസ ഉണ്ടാക്കാൻ. അപ്പൊ ആ സമയത്ത് അമ്മ ജോലിക്ക് പോകും. ആൾക്ക് 6 വയസ്സുള്ളൂ. പക്ഷെ ഇവർക്ക് ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ പറയണത്, ഈ കുഞ്ഞായിരുന്ന സമയത്ത് ആൾക്ക് എന്തെങ്കിലുമൊക്കെ പറയേണ്ട സമയത്ത് അമ്മ ഉണ്ടായിട്ടില്ല എന്നുള്ള ഫീലാണ് ഈ കുഞ്ഞിനുള്ളത്. പക്ഷെ അമ്മ അവിടെ കഷ്ടപ്പെടാണ്. ഇത് എങ്ങനെ ഈ കുഞ്ഞായിട്ട് ജീവിക്കും, ഇവർക്ക് സർവൈവ് ചെയ്യണ്ടേ, അതിന് അമ്മ അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കുഞ്ഞിന്റെ ഭാഗത്ത് നോക്കുമ്പോഴേക്കും ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആൾക്ക് ആളുടെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല, ആൾക്ക് അമ്മ കൂടെ ഇല്ലാത്ത പോലത്തെ തോന്നലാണ് 6 വയസ്സ് മുതലേ ആള് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ എന്ത് വരുന്നുണ്ട്, ഈ അബാൻഡൻമെന്റ് കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ അമ്മ അത് അറിഞ്ഞുകൊണ്ട് ചെയ്താണോ?
അമ്മ ആ മോൾക്കും കൂടി സർവൈവ് ചെയ്യാൻ നോക്കായിരുന്നു. പക്ഷെ ആ മോൾക്ക് ഫുൾ ടൈം അമ്മേനെ ആവശ്യമായിട്ടുള്ള ഒരു പ്രായമായിരുന്നു അത്. അപ്പൊ അമ്മ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ എന്ത് വന്നു, ഈ അബാൻഡൻമെന്റ് കൊണ്ടുവരാണ്. എന്ന് വെച്ചാൽ എന്നെ വേണ്ട എന്നുള്ളൊരു ഫീലിലേക്ക് അവര് പോവാണ്. നമ്മളെ നെഗ്ലക്ട് ചെയ്ത പോലെ തോന്നാണ്. ഫിസിക്കലി ഇമോഷണലി അവർ നമ്മളുടെ കൂടെ ഇല്ല എന്നുള്ളൊരു തോന്നൽ വരാം. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ആദ്യമായിട്ട് ഒരു കുട്ടി സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാന്ന് വിചാരിച്ചു. അപ്പോ അവൻ വന്ന് വീട്ടിൽ പറയുന്നുണ്ട് ഇങ്ങനെ, വെള്ളിയാഴ്ച എന്റെ പരിപാടി ഉണ്ട്, അപ്പൊ അച്ഛനും അമ്മയും വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഒരാളുടെ ലൈഫിൽ നടന്നൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ അത് ഓരോ ആളുകളിലും ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സ് വേറെയാണ്. ഓക്കെ, നമ്മളെപ്പോഴും അങ്ങനെ നോക്കാം. അപ്പോ ഈ കുട്ടി ഇങ്ങനെ പോയി പറഞ്ഞ സമയത്ത് ഈ പാരന്റ്സ് വന്നില്ല. ഓക്കെ, അപ്പൊ ഇവൻ പക്ഷെ അത് അറിഞ്ഞില്ല. ഇവൻ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക എല്ലാവരുടെയും പാരന്റ്സ് വരുമ്പോ ഇവരും വരും, അപ്പൊ അവർക്ക് സർപ്രൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവൻ ഇങ്ങനെ സന്തോഷിച്ചിരുന്നേച്ച്. അങ്ങനെ സ്റ്റേജിൽ കയറി ആള് പെർഫോം ചെയ്യാൻ തുടങ്ങി. ഓഡിയൻസിലേക്ക് നോക്കുന്നുണ്ട്, പാരന്റ്സിനെ കാണുന്നില്ല. അതിന് ശേഷം വീട്ടിൽ പോയി ചോദിച്ചപ്പോ പാരന്റ്സിന് തിരക്കുണ്ട്, വരാൻ പറ്റാത്തേന്ന് പറഞ്ഞു. ഓക്കെ, ആദ്യത്തെ പ്രാവശ്യം മോന് മനസ്സിലായി. വീണ്ടും ഇതുപോലെ ഒരു ഫംഗ്ഷൻ നടന്നു സ്കൂളില്. അതിനും പാരന്റ്സിനെ വിളിച്ചു, അന്ന് വന്നില്ല. അന്ന് വരാത്തപ്പോ ഇവന് ആ പെർഫോമൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അന്ന് അവൻ സ്വന്തമായിട്ടും അവൻ പറയാണ്, എന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ട, അവർക്ക് എന്നെ ആവശ്യമില്ല. കാരണം അവർക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവരന്ന് വന്നേനേന്നുള്ള കാര്യം. അപ്പൊ അതൊക്കെ എന്തില് വരുന്നതാ, ഈ അബാൻഡൻമെന്റ് വൂണ്ടില് വരുന്ന ഒരു കാര്യം. ഇനി വേറെ നമ്മൾ എക്സാമ്പിൾസ് വെച്ച് പറയുന്നത് കുറച്ചും കൂടി മനസ്സിലാവാനാണ് കേട്ടോ. ഇനി വേറൊരു നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നോക്കിയേ, ചില സമയത്ത് ഒരു 7-8 വയസ്സ് പ്രായമൊക്കെ ഉള്ള കുട്ടികളുടെ അമ്മയോ അച്ഛനോ മരിക്കാന്ന് കരുതുക. അവര് മരിക്കുമ്പോ ആക്ച്വലി മരിച്ചു പോവല്ലേ, മരിച്ചു കഴിയുമ്പോ എന്താ സംഭവിക്കുന്നത് എന്താണെന്നുള്ളതൊന്നും ആ ടൈമിൽ ചിലപ്പോൾ അവർക്ക് അറിയണം എന്നില്ല. അപ്പൊ അവരുടെ മനസ്സിൽ ഇവരിങ്ങനെ നടന്നു പോകുന്ന സമയത്തൊക്കെ വേറെ പാരന്റ്സിനെയൊക്കെ കാണുമ്പോൾ ആളുടെ മനസ്സിലേക്ക് എന്റെ അച്ഛൻ മരിച്ചു എന്നുള്ളതല്ല, എന്നെ ആർക്കും വേണ്ട എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും അവർക്ക് വരുന്നതെന്ന് പറയണം. അപ്പൊ അങ്ങനെ വരുമ്പോഴും അവരുടെ മനസ്സിൽ എന്നെ എല്ലാവരും നെഗ്ലക്ട് ചെയ്യും, എന്നെ ആർക്കും ആവശ്യമില്ല, എനിക്ക് വേണ്ടിയിട്ട് ആരും വരാനില്ല, സ്നേഹിക്കാൻ ആരും ഇല്ല, ഇങ്ങനെയുള്ള തോന്നലുകൾ വരും. അപ്പൊ ഇതൊക്കെ നമ്മളിപ്പോ പറഞ്ഞത് പലപ്പോഴും ഇന്റൻഷനലി അൺഇന്റൻഷനലി സംഭവിക്കാം. ചില പാരന്റ്സ് എങ്ങനെയാ വേണം എന്ന് വെച്ചിട്ട് തന്നെയും ചിലപ്പോ ആ കുട്ടി ജനിച്ചതിൽ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ ആ കുട്ടീനെ ഒരു കാര്യങ്ങളും ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവണം എന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുഞ്ഞ് ആ സമയത്ത് എന്താ, ഈ അബാൻഡൻമെന്റ് കൊണ്ട് ചെറുപ്പത്തില് നമ്മൾ അറിയില്ല, നമ്മൾ ആ സമയത്ത് അത് വീണിട്ടുണ്ടാവും ആളുടെ ഉള്ളില്. പക്ഷെ വലുതായി വരുമ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങൾ പുറമെ കാണിക്കാനായിട്ട് തുടങ്ങുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് പുറമെ വരാം. ഇപ്പൊ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ, നമുക്കൊരു അബാൻഡൻമെന്റ് വൂണ്ടാണ് നമുക്ക് ലഭിച്ചതെങ്കിൽ, അഡൾട്ടിലാവുന്ന സമയത്ത്, ആ ഒരു ടൈം അഡൾട്ട്ഹുഡിലാവുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും പേടിയായിരിക്കും. എല്ലാവരും നമ്മളെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള അമിതമായിട്ടുള്ള പേടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എപ്പോഴാണ് ഇവര് നമ്മളുടെ അടുത്തുനിന്ന് പോകുന്നേന്നുള്ളൊരു പേടിയായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് തന്നെ സ്വയം, നമ്മൾ കേട്ടിട്ടില്ലേ കുറെ പേരും പറയുന്നേ, എന്നെ സ്നേഹിക്കണ്ട, എന്നെ സ്നേഹിച്ചാൽ നിങ്ങൾക്കത് ശരിയാവണം എന്നില്ല, എന്നെ സ്നേഹിക്കപ്പെടാൻ അർഹതയില്ലാത്ത ആളാണെന്നൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ പറയും. പക്ഷെ അവരുടെ പിന്നിലും എവിടെയെങ്കിലും അവരെ നെഗ്ലക്ട് ചെയ്തൊരു കാര്യം ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നമ്മളോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴും എല്ലാവരെയും തന്നെ ഇവരെന്ത് ചെയ്യും, പുഷ് അവേ ചെയ്യുന്ന ഒരു രീതിയായിരിക്കും ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അത് ഈ അബാൻഡൻമെന്റ് കൊണ്ട് ഫേസ് ചെയ്യുന്ന ആളുകൾ അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, മനസ്സിലായോ? Yes. ഓക്കെ, ഇനി അടുത്തതാണ് റിജക്ഷൻ വൂണ്ട്. റിജക്ഷൻ വൂണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞിലെ നമ്മൾ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാണ്. നമ്മൾ ചെറുതായിരുന്ന സമയത്ത് എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് സ്നേഹം തരുന്നതായിട്ടേ നമുക്ക് തോന്നുന്നില്ല. സ്നേഹം തരുന്നില്ല, നമ്മള് ആ കുഞ്ഞിലെ ആയി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ അച്ഛനെ, എന്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടം, എന്റെ അങ്കിളിനെ ഭയങ്കര ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോ അവര് നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു ഇത് വരെയാണ്. ചിലപ്പോ പാരന്റ്സോ ടീച്ചേഴ്സ് വരെ ആ ഗ്രൂപ്പിൽ വരാം.
അപ്പോ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാണ് എല്ലാവരും നമ്മളെ റിജക്ട് ചെയ്യാണ്, ആർക്കും നമ്മളെ വേണ്ട, എല്ലാവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതീന്ന് വരുന്നതാണ് ഈ റിജക്ഷൻ വൂണ്ട് എന്ന് പറയണേ. ഇപ്പോ അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു ആൺകുട്ടി അവൻ ചെറുപ്പത്തിലെ കരയുമായിരുന്നേ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആള് കരയും, പെട്ടെന്ന് കരയും, ഭയങ്കര സെൻസിറ്റീവാ. അപ്പൊ കരയുന്ന സമയത്തൊക്കെ അവന്റെ അച്ഛൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ പറയും, വെറുതെ പെൺകുട്ടീനെ പോലെ കാണിക്കുന്നത് നിർത്തിക്കോ, ഇതെന്തിനാണ് ഇങ്ങനെ കിടന്ന് കാണിച്ചിട്ട്, അങ്ങനെ പറഞ്ഞിട്ട് എപ്പോഴും ഈ അച്ഛനെ ഫുൾ ടൈം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ എപ്പൊ കരയുന്നു ആ ടൈമിൽ സ്പോട്ടിൽ അച്ഛൻ ഇത് പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് കേട്ട് കേട്ട് പിന്നെ ആ കുട്ടി കരഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ പിന്നെ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ആള് ഉള്ളിൽ ഒതുക്കാം, പിന്നെ ഇത് അങ്ങോട്ട് എക്സ്പ്രസ്സേ ചെയ്യുന്നില്ല. അത് ചെറുപ്പത്തിൽ മാത്രം നടന്നതല്ല, പിന്നെ ആള് വലുതായ സമയത്തും എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇത് ഫോളോ ചെയ്ത് വന്നു. ഇപ്പോഴും ആള് സങ്കടം ഉണ്ടെങ്കിൽ ഇപ്പോഴും ആള് കരയില്ല. അങ്ങനെയാണ് ആ ഒരു കൗൺസിലിംഗ് നമുക്ക് കിട്ടിയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് കരയില്ല, ആൾക്ക് കുറെ സങ്കടങ്ങളുണ്ട്. ആൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് കുറെ വിഷമമുണ്ട്, പക്ഷെ എനിക്കിത് പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് സങ്കടം വന്നിട്ട് ഉള്ളിലുണ്ട്, കുറെ വേദനകളുണ്ട് നെഞ്ചിന്റെ ഉള്ളില്, പക്ഷെ എനിക്കിത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. പക്ഷെ ഇതിന്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്ന് വന്നതാ? ആ അച്ഛൻ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ, അപ്പം മുതലാ. അപ്പൊ ചിലപ്പോ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ പിന്നെയും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിന് ചിലപ്പോൾ എതിർത്ത് പറയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കുറച്ച് നാൾക്ക് മുന്നേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എതിർത്ത് പറയലൊക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പൊ അവരതങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ജീവിക്കുന്നവരായിരിക്കാം. ഓക്കെ, ചില സമയത്ത് പാരന്റ്സ് പറയലേ, നീ ജനിക്കണ്ടായിരുന്നു, നീ എന്ന് ജനിച്ച അന്ന് ഞങ്ങൾക്ക് ഇത് തുടങ്ങിയതാണെന്നൊക്കെ പറയുമ്പോ ആ ഒരു വാക്ക് മതി. ആ ഒരു കാര്യം ചിലപ്പോ പാരന്റ്സിന് അത്രയും വേറെ എന്തെങ്കിലുമൊക്കെ ഇത് കൊണ്ടിട്ട് പറഞ്ഞതായിരിക്കാം. പക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ മനസ്സിൽ ഏൽക്കുന്ന വേദന അത്രയും വലുതാണ്. അത് കഴിഞ്ഞിട്ട് ആള് അത് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവും. പക്ഷെ ആൾക്കൊരു 24, 25, ആ ഒരു 20 വയസ്സൊക്കെ ആ ടൈമിലൊക്കെ ആകുമ്പോഴേക്കും പതുക്കെ ഇത് കാണിക്കാൻ തുടങ്ങും. പിന്നെ ആളുടെ ഫാമിലി ലൈഫിൽ ചിലപ്പോൾ ഇത് കാണിക്കാൻ തുടങ്ങും. ഓരോ പല രീതിയിലായിരിക്കും ഇത് പുറത്തേക്ക് വരണേ. വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കായിരുന്നു. അപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്ന സമയത്ത് വേറെ കുട്ടിയുണ്ട്. അപ്പൊ അവനെ കൂട്ടുകാരൻ വിളിക്കാണ്, നീ വന്നിരിക്കുക, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് കൂട്ടുകാരൻ വിളിക്കാണ്. കൂട്ടുകാരൻ വിളിച്ച കേട്ടിട്ട് ഇവൻ അങ്ങോട്ട് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് കൂടെ ഉള്ളവര് പറഞ്ഞു, ഇവിടെ കഴിക്കാൻ പറ്റില്ല, നീ മാറി നിൽക്കുന്ന പറഞ്ഞ് അവിടുന്ന് എഴുന്നേപ്പിച്ചു വിട്ടു. ആ ഒരു കാര്യം ആളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത് ഏത് വൂണ്ടായിട്ടാ വരാ? റിജക്ഷൻ വൂണ്ടായിട്ടാ വരാ. അത്രയും ആ കുട്ടീനെ സംബന്ധിച്ച് ആ ഫ്രണ്ട് എന്ന് പറഞ്ഞ അത്രയും ജീവനായിരുന്നു. ആ വീട്ടിൽ പോയ സമയത്താണ് ആൾ ഇതുപോലെ ഇറക്കി വിട്ടത്. അപ്പൊ അതും ആൾക്ക് എന്താ, എന്നെ റിജക്ട് ചെയ്തു എന്നുള്ള ഫീൽ, അല്ലെങ്കിൽ ഞാൻ അൺലവ്ഡ് ആണ്, ഞാൻ ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞു. അപ്പൊ എന്ത് വരും? അവർക്ക് റിജക്ഷൻ വൂണ്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് അബാൻഡൻമെന്റ് വൂണ്ടാണ് പറഞ്ഞത്, പിന്നെ നമ്മൾ റിജക്ഷൻ വൂണ്ടാണ് പറഞ്ഞത്. മനസ്സിലായോ ഇത്? Okay, madam. Yes, ma'am. ഓക്കെ, ഇനി അടുത്തത് അബ്യൂസ് വൂണ്ടാണ്. അബ്യൂസ് വൂണ്ട് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള അബ്യൂസ് ആണെങ്കിലും ആവാം. ഇമോഷണൽ ആവാം, ഫിസിക്കൽ ആവാം, വെർബൽ ആവാം, സെക്ഷൽ ആവാം, അങ്ങനെ ഏത് തരം അബ്യൂസ് ആവാം. അങ്ങനെ അബ്യൂസ് നേരിടുന്ന ആ ഒരു കുട്ടികൾ അല്ലെങ്കിൽ ആ ചൈൽഡ്ഹുഡിൽ അത് നേരിടുമ്പോൾ അപ്പോഴാണ് ഈ അബ്യൂസ് വൂണ്ട് വരാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നോക്കിയേ, ഒരു പെൺകുട്ടി, അവളുടെ അച്ഛൻ സ്ഥിരമായിട്ട് മദ്യപിച്ച് വന്നിട്ട് ഒരുപാട് അവളെ തല്ലുമായിരുന്നു. ബെൽറ്റിനാണ് ബെൽറ്റും അതുപോലെ കസേര എടുത്തിട്ടൊക്കെയാണ് തല്ലിക്കൊണ്ടിരുന്നത് ഫുൾ ടൈം. എപ്പോഴും ഇത് ഉണ്ടായിരുന്നു. പിന്നെ അവള് വലുതായി വന്ന സമയത്ത് അത് മെല്ലെ കുറഞ്ഞു, അങ്ങനെ. പക്ഷെ ഈ പേടി കുഞ്ഞിലെ മുതൽ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചിലപ്പോ രാത്രി വൈകിയായിരിക്കും വരണേ. അപ്പൊ ഇവരെല്ലാവരും ഒരുമിച്ച് ഹാളിലാ കിടക്കുക. അപ്പൊ അച്ഛൻ വന്നു കഴിയുമ്പോ അപ്പൊ തന്നെ അവിടെ തല്ലും വഴക്കും തുടങ്ങാണ്. അത് ഏത് പാതിരാത്രി ആണെങ്കിലും അച്ഛൻ വന്നു കഴിയുമ്പോഴേക്കും വീട്ടില് പ്രശ്നങ്ങളാണ്. അപ്പൊ ഇത് ഈ മോള് ഫേസ് ചെയ്ത് എന്താ പറ്റുന്നത് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് അവള് ബാക്കിയുള്ള സ്കൂൾ സ്റ്റഡീസിനൊക്കെ പോയിട്ട് അതൊക്കെ വിട്ടു എന്നുള്ള ഇതായി. കാരണം അച്ഛൻ പിന്നെ അത്രയും പ്രശ്നക്കാരനില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ സമയത്ത് ആൾക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പേടിയാ.
പേടി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഒത്തിരി സൗണ്ട് ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഓടി വന്നിട്ട് ഹസ്ബൻഡിന്റെ അടുത്ത് വന്നിട്ട് പറയും സോറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ ആളൊന്നും ചെയ്തിട്ട് ഹസ്ബൻഡും ആക്ച്വലി ദേഷ്യപ്പെട്ടതല്ല, സൗണ്ട് ഒന്ന് ചേഞ്ച് അപ്പൊ തന്നെ എവിടെയാണെങ്കിലും ഓടി വന്നിട്ട് സോറി സോറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആള് ചെയ്യാത്ത മിസ്റ്റേക്കിന് വരെ ആള് സോറി പറയും. പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുക, എസ്പെഷ്യലി രാത്രി ആകുമ്പോഴേക്കും പെട്ടെന്ന് എന്തെങ്കിലും ഒച്ച കേൾക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴേക്കും ആൾക്ക് തന്നെ മനസ്സിലായി എനിക്ക് എന്തോ എന്നെ അലട്ടുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം എന്നെ അലട്ടുന്നുണ്ടെന്ന് നോക്കിയപ്പോ അത് സ്റ്റാർട്ട് ചെയ്ത് എവിടെ ഈ ചൈൽഡ്ഹുഡിൽ നിന്നാണ്. കാരണം ആ സമയത്ത് രാത്രി ടൈം ആകുമ്പോ ഇങ്ങനെ അലേർട്ട് മോഡാണ്. എന്തെങ്കിലും ഒരു ചെറിയ അനക്കം വന്നാൽ തന്നെ ചാടി എണീക്കാണ്. കാരണം എപ്പോഴാണ് ഉപദ്രവിക്കാന്ന് അറിയില്ല. അതുപോലെ കുഞ്ഞിലെ അച്ഛന്റെ കാല് പിടിച്ചിട്ട് ഈ കുഞ്ഞ് കരയും. ഞാൻ അടിക്കല്ലേ, എനിക്ക് അച്ഛൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് കരയും. അപ്പൊ അച്ഛൻ ഇത് നിർത്താൻ വേണ്ടിയിട്ടാണ്, അച്ഛൻ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവള് ചെയ്യുമായിരുന്നു ആ കാര്യങ്ങൾ. അത് ആൾ എന്ത് ചെയ്തു, കറക്റ്റ് മാരേജ് ലൈഫ് കഴിഞ്ഞപ്പോ സെയിം കാര്യങ്ങള് അങ്ങനെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക് ആ ഒരു വൂണ്ട് അവിടെ നിൽക്കുന്ന കൊണ്ടിട്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അത് ഒരു അബ്യൂസ് വൂണ്ടിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ ചിലപ്പോ സെക്ഷൽ അബ്യൂസ് ആയിരിക്കാം, എന്തെങ്കിലും തരത്തിലുള്ള സെക്ഷൽ അബ്യൂസ് നേരിട്ട കുട്ടിയാണെങ്കിൽ അത് കഴിഞ്ഞ ശേഷം പിന്നീട് അത് ട്രിഗർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോ ആ ഒരു സ്ഥലം കാണുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു ചിലപ്പോ ആ സമയത്ത് ഉണ്ടായ എന്തെങ്കിലും പിക്ചേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് ഓർമ്മ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പാരന്റ്സ് സ്ഥിരമായിട്ട് പറയണേണ് ഇത്ര പൊട്ടനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുമില്ലേ എന്ന് വെച്ചാൽ ഒട്ടും ഇങ്ങനെ ആയി പോയോ എന്ന് ചോദിക്കുന്ന ചില പാരന്റ്സ് ഉണ്ട് ഫുൾ ടൈം. എന്ന് വെച്ചാൽ ആ കുട്ടീനെ പറ്റിയിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അവര് പറഞ്ഞ് നമ്മൾ കേൾക്കില്ല. നമ്മളുടെ അടുത്ത് വന്നാലും ശരി എവിടെ പോയാലും ശരി ആ കുട്ടീനെ അത്രയും ഈ രീതിയിൽ മാത്രമേ പറയുള്ളൂ. നീ ഇങ്ങനെയാണ്, നീ പൊട്ടനാണ്, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്കറിയാം നിനക്കൊന്നും ചെയ്യാൻ പറ്റും. ഇത് മാത്രം കേട്ട് 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 വരുമ്പോ അവർക്ക് ആക്ച്വലി കഴിവുള്ളവരായിരിക്കും, പക്ഷെ ഇവരെന്ത് ചെയ്യും, ഇവർ ഇന്റേണലൈസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെയാണ്, അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ പിന്നീട് അവര് കാണിക്കാൻ തുടങ്ങും. അപ്പൊ അബ്യൂസ് ബോണ്ടൊക്കെ നേരിട്ടവരാണെങ്കിൽ അഡൾട്ട്ഹുഡിൽ എത്തുമ്പോഴേക്കും അവിടെയും മെയിൻ ആയിട്ട് ഇന്നർ ചൈൽഡിൽ വരുന്ന പ്രോബ്ലത്തിനൊക്കെ അഡൾട്ട്ഹുഡിൽ സംഭവിക്കുക ട്രസ്റ്റിന്റെ സ്ട്രഗിൾ ആയിരിക്കും. നമുക്ക് ആരെങ്കിലുമൊക്കെ വിശ്വസിക്കാൻ ഭയങ്കര പേടിയായിരിക്കും, ഇന്റിമസി പേടിയായിരിക്കും, പിന്നെ ആൻസൈറ്റി ഉണ്ടാവാം, ആങ്കർ ഇഷ്യൂസ് ഉണ്ടാവാം, ദേഷ്യം ഉണ്ടാവാം. ചിലപ്പോ നമുക്ക് സ്നേഹം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ അബ്യൂസ് ചെയ്തിരുന്നു, നമ്മളെ അച്ഛൻ നമ്മളെ ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അമ്മ ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടുള്ള ഒരു ദേഷ്യം ഉണ്ടാവും. അന്ന് ചിലപ്പോ നമുക്ക് പുറമേ കാണിക്കാൻ പറ്റാതെ പേടിച്ചിട്ട് അങ്ങനെ നിന്നിരുന്നത്, അതെല്ലാം കൂടി ചിലപ്പോ കുറച്ച് കഴിയുമ്പോഴേക്കും ദേഷ്യമായിട്ടായിരിക്കും പുറമേ കാണിക്കാൻ തുടങ്ങുക. ഓക്കെ, അപ്പൊ അതാണ് അബ്യൂസ് വൂണ്ട്. നെക്സ്റ്റ് ഉള്ളതാണ് ബിട്രേയൽ വൂണ്ട് എന്നാണ് പറയാം. ബിട്രേയൽ വൂണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും വിശ്വസിക്കുന്ന, നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്യുന്ന ഒരാൾ നമ്മളെ ചതിക്കുകയാണെന്നുള്ള ഒരു തോന്നൽ വരുമ്പോൾ അപ്പൊ സംഭവിക്കുന്നതാണ് ഈ ബിട്രേയൽ വൂണ്ട് എന്ന് പറയാം. അത് മിക്കപ്പോഴും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള, ചിലപ്പോൾ അത് കെയർ ഗിവർ ആവാം, ഫാമിലി മെമ്പർ ആവാം, ഫ്രണ്ട് ആവാം, അതാണ് ഈ ബിട്രേയൽ വൂണ്ട് എന്ന് പറയുന്നത്. ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവൻ അവന്റെ സകല കാര്യങ്ങളും എന്തുണ്ടോ അവനെല്ലാം അമ്മേനോടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മേനെ ആയിരുന്നു അവൻ ഏറ്റവും ഇഷ്ടം, അമ്മേനോട് എല്ലാ കാര്യങ്ങളും അവൻ തുറന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ തെറ്റ് ചെയ്താൽ പോലും അവൻ അമ്മേനോടാണ് അത് വന്ന് പറയാ. അപ്പൊ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് അറിയാം. അപ്പൊ ഇവന് അച്ഛന് അത്രയ്ക്ക് താല്പര്യം ഇല്ലായിരുന്നു, അമ്മേനെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. കാരണം ഇവര് തമ്മിൽ മിക്കപ്പോഴും വഴക്കായിരിക്കും. അപ്പൊ അമ്മേനോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് അച്ഛനും അമ്മയും കൂടി സ്നേഹാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മോന് പറഞ്ഞ കാര്യങ്ങള് എല്ലാം അവന്റെ മുമ്പിൽ വെച്ച് തന്നെ കംപ്ലൈന്റ് പോലെ അമ്മ അച്ഛനോട് പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ തമാശ പോലെ അവനെ കളിയാക്കുന്ന പോലെ പറയാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങി തുടങ്ങി വന്നപ്പോഴേക്കും അവന് ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് വരാൻ തുടങ്ങി അമ്മയായിട്ട്. അപ്പൊ അവിടെ വരുന്നത് ഈ ബിട്രേയൽ. കാരണം നമ്മൾ ഒരാളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇത് ആരോടും പറയരുത്, അല്ലെങ്കിൽ നമ്മൾ അത്രയും അവർ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം പറഞ്ഞത് അവർ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അവരത്രയും നമ്മളോട് അവർക്ക് അത്രയല്ലേ ഇഷ്ടമുള്ളൂ എന്നുള്ളൊരു ചിന്തയും കൂടി ഇതിന്റെ കൂടെ തന്നെ വരും. പിന്നെ വേറൊരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അച്ഛനും അമ്മയും മകളും, അപ്പൊ ഇതിലും ഏകദേശം സെയിം ആണ്. അച്ഛൻ അമ്മയും തമ്മിൽ വഴക്കായിരുന്നു. അങ്ങനെ അച്ഛൻ അവിടെ നിന്ന് പോയി. കുറെ നാൾ കഴിഞ്ഞപ്പോ അച്ഛൻ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ടാണ് പോയത്.
മോളോട് പറഞ്ഞു ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞാൽ പോയത്. അപ്പൊ മോൾ എപ്പോഴും ഇങ്ങനെ വെയിറ്റ് ചെയ്യും അച്ഛൻ വരുന്നത് നോക്കി. പക്ഷെ പിന്നീടാണ് അച്ഛന് വേറെ ഒരു റിലേഷൻ ഉണ്ടെന്നൊക്കെ ഉള്ളത് മനസ്സിലായത്. അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കി. ആ സമയത്ത് പല വൂൺസ് അവിടെ വരുന്നുണ്ട് അല്ലെ. റിജക്ഷൻ ഫീൽ ഉണ്ടാവും, അബാൻഡൻ ഫീൽ ഉണ്ടാവും അല്ലെ, ആ ഒരു വൂണ്ട് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ബിട്രയൽ വൂണ്ട് ഉണ്ടാവും. ചതിച്ചല്ലേ, ഞാൻ അത്രയും ട്രസ്റ്റ് ചെയ്ത ആള് എന്നെ ചതിച്ചു, വരാന്ന് പറഞ്ഞു പോയ അച്ഛനാണ് എന്നുള്ള ആ ഒരു ഇത്. അപ്പൊ അതൊക്കെ ബിട്രയൽ വൂണ്ടിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ അവർക്ക് അഡൽട്ട്ഹുഡിൽ എന്ന് പറഞ്ഞാൽ സെയിം നേരത്തെ പറഞ്ഞ പോലെ ട്രസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, റിലേഷൻഷിപ്സിലൊക്കെ മിക്കപ്പോഴും ഇങ്ങനെ സംശയങ്ങളാവാനുള്ള ചാൻസ് ഉണ്ട്. കുഞ്ഞിലെ നമുക്ക് ഒരു ഫ്രണ്ട് നമ്മളെ ചീറ്റ് ചെയ്ത് അങ്ങനൊന്നും വേണ്ട. നമ്മുടെ ഫാമിലി തന്നെ ആരെങ്കിലും നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അവര് അപ്പുറത്ത് പോയി പറഞ്ഞു നമ്മൾ അറിയുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് ബിട്രയൽ വൂണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ചില കുട്ടികളിൽ. അപ്പൊ അവർക്കൊക്കെ അഡൽട്ട്ഹുഡിലാവുമ്പോ എങ്ങനെയാ, റിലേഷൻഷിപ്പിലൊക്കെ സംശയായിരിക്കും. അവർ പറയുന്നുണ്ടാവോ, അവരിങ്ങനെ ചെയ്യുന്നുണ്ടാവോ, അങ്ങനെയുള്ള തോന്നലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഇനി ഞാൻ വേദനിക്കപ്പെടുമോ എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും ഉണ്ടാവും. ഇങ്ങനെ നടന്നിട്ടുണ്ട്, അപ്പൊ ഇനിയും എല്ലാവരും ഇങ്ങനെ ആയിരിക്കും എന്നോട് കാണിക്കുന്നത്, എന്റെ കൂടെ ഉള്ളവർ തന്നെ എന്നെ ചീറ്റ് ചെയ്യോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അഡൽട്ട്ഹുഡിൽ അവര് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ബിട്രയൽ വൂണ്ട് എന്ന് പറയാം. അപ്പൊ ഇത് നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അഡൽട്ട്ഹുഡിലും കുറെ പ്രശ്നങ്ങളുണ്ട് അല്ലെ, നമ്മൾ ഫേസ് ഏകദേശം ഇതുപോലത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇപ്പൊ നമ്മൾ ആകെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മളെ ഇന്നർ ചൈൽഡ്, നമ്മൾ കുട്ടിക്കാലത്തുള്ള മുറിവുകൾ എങ്ങനെയാണെന്നുള്ളതാണ്. പിന്നെ ഉള്ളതാണ് ഇൻജസ്റ്റിസ് വൂണ്ട്. ഇത്രയും ക്ലിയർ ആണോ? അതെ ഓക്കെ അതെ മാം, അതെ അതെ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇൻജസ്റ്റിസ് വൂണ്ട് ആണ്. ഇപ്പൊ ഇൻജസ്റ്റിസ് വൂണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നാണ് ചില കാര്യങ്ങളൊന്നും അതിൻ്റെതായ രീതിയിലല്ല തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തോന്നി തുടങ്ങുമ്പോൾ വരുന്നതാണ് ഈ ഇൻജസ്റ്റിസ് വൂണ്ട് എന്ന് പറയാം. അപ്പോ അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിലും ആയിരിക്കാം. ചിലപ്പോ നമ്മൾ ചെയ്യാത്ത തെറ്റിന് കുറെ നമ്മൾ വഴക്ക് പറഞ്ഞ് നമുക്കൊന്നും തിരിച്ചു പോലും പറയാൻ പറ്റാത്ത രീതിയിലൊക്കെ നമ്മൾ ആക്കിയിട്ടുണ്ടാവാം. പക്ഷെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, അത് നമുക്കറിയാം. നമ്മൾ കൂടെ ചില ആളുകളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടാവും ഇവരൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ. പക്ഷെ എന്നാലും ആ ഒരു അതോറിറ്റി ഫിഗർ അത് കേൾക്കാതെ നമ്മളെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അത് നമ്മളുടെ മനസ്സിലൊരു വേദനയായിട്ട് കിടക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് എന്നെ അങ്ങനെ അവര് ട്രീറ്റ് ചെയ്തത്. ഓക്കെ, ഇല്ലെങ്കിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ്, എല്ലാവരും മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നെ മാത്രമാണ് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണെങ്കിലും അവിടെ ഒരു ഇൻജസ്റ്റിസ് വൂണ്ടാണ് വരാ. ഇല്ലെങ്കിൽ കൂടുതലും വരുന്ന എവിടെയാന്ന് അറിയോ, ഈ ഫാമിലിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിബ്ലിങ്സ് ഒക്കെ ഉണ്ട്, രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ പാരന്റ്സ് ഒരു കുട്ടീനെ ഫേവർ ചെയ്യുന്ന പോലെ തോന്നാണ്. അല്ലെങ്കിൽ രണ്ടുപേരും പെൻസിൽ എഴുതിയപ്പോ പെൻസിൽ രണ്ടുപേരുടെയും കളഞ്ഞു പോയി, പക്ഷെ ഒരാളോട് പെരുമാറുന്ന രീതി ആയിരിക്കില്ല മറ്റേ ആളോട് പെരുമാറുന്നത്. അത് പോട്ടെ, അത് അല്ലാതാണെങ്കിൽ ഈ രണ്ടുപേരും സ്കൂളിൽ പഠിക്കാൻ പോയി മാർക്ക് വാങ്ങിക്കൊണ്ട് വന്നു, രണ്ടുപേർക്കും ഫുൾ മാർക്ക് ഉണ്ട്, പക്ഷെ ഒരാളെ മാത്രം പ്രോത്സാഹിപ്പിക്കുക, മറ്റേ ആളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അല്ലെങ്കിൽ ചേച്ചിയും അനിയനും ആണ്, ചേച്ചി ഓരോ കാര്യങ്ങളും ചെയ്ത് ഡാൻസും പാട്ടിലൊക്കെ ഫസ്റ്റ് ആണ്, അപ്പൊ അനിയൻ ആദ്യമായിട്ട് ഒരു പരിപാടിയിൽ ചേർന്ന ആൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ട് ഓടി വരാണ് കാണിക്കാൻ വേണ്ടി, പക്ഷെ അച്ഛനും അമ്മയും അത് നോക്കുന്നില്ല. അപ്പൊ അവിടെ റിജക്ഷൻ വൂണ്ടും കൂടി വരുന്നുണ്ട്, അബാൻഡൻഡ് വൂണ്ടും വരുന്നുണ്ട്, അതിനൊപ്പം തന്നെ ഇൻജസ്റ്റിസ് വൂണ്ടും. കാരണം അവര് ഫെയർലി അല്ല അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നതാണ് ഇൻജസ്റ്റിസ് വൂണ്ട്. ഇത് മാത്രമല്ല, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾസ് പറഞ്ഞതാണ്. എന്തുവാ നമ്മളെ ഫെയർലി ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അങ്ങനെ വരുന്നതാണ് ഈ ഇൻജസ്റ്റിസ് വൂണ്ട് എന്ന് പറയാം. അപ്പൊ ഇവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ അഡൽട്ട്ഹുഡിലാവുമ്പോ ഭയങ്കര ദേഷ്യം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാരോടും ദേഷ്യമായിരിക്കും, കാരണം പെട്ടെന്ന് ദേഷ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടിക്കാലത്ത് ഇൻജസ്റ്റിസ് ആയിട്ടല്ലേ ട്രീറ്റ് ചെയ്തിരുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവരോടും ദേഷ്യമാവാനും ചിലപ്പോ അത് ഒരു രീതി, ചിലപ്പോ പവർലെസ് ആയി പോകും. എന്ന് വെച്ചാ കുഞ്ഞിലേ ഇതിങ്ങനെ കിട്ടി കിട്ടി നമുക്ക് തിരിച്ചു പറയാനൊന്നും പറ്റാത്ത വിധം നമ്മൾ ആയി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമുക്കൊരു ശക്തിയില്ലാത്ത പോലെ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമുക്ക് വേണ്ടി
സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട്. ഓക്കെ, ഇതാണ് ഇൻജസ്റ്റിസ് വൂണ്ട്. പിന്നെയുള്ളതാണ് ഷെയിം വൂണ്ട്. ഓക്കെ, ഷെയിം വൂണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സംഭവിക്കുന്ന എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിറ്റിസിസംസോ അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ നമ്മൾ എംബാരസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ സമയത്താണ് നമുക്ക് ഷെയിം വൂണ്ട് വരുന്നത്. ഇപ്പൊ ബുള്ളിങ് ഒക്കെ നേരിടുന്ന സമയത്ത്, ഓക്കെ, ഇപ്പോ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞ ഒരു കുട്ടി അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഗിഫ്റ്റുകൾ കൈമാറാണ്, ഫാമിലിയിലെ മെമ്പേഴ്സ് ഒക്കെ കൂടിയിട്ട്. അപ്പോ ഒരു കുട്ടി എന്ത് ചെയ്തു, അവളുടെ ഫാദറിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാണ്. അപ്പൊ അവൾ അവളുടെ പോക്കറ്റ് മണി ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് എന്ത് കൊടുക്കും എന്നൊക്കെ ആലോചിച്ച് ഒരു ഗിഫ്റ്റ് വാങ്ങി ഗിഫ്റ്റ് റാപ്പ് ഒക്കെ ചെയ്ത് ഫാദറിന് കൊടുക്കാൻ ഇങ്ങനെ കൈ നീട്ടി. അപ്പൊ എല്ലാരും കയ്യിലാണ് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. ഇത് എടുക്കുന്ന സമയത്ത് ഇത് ഇവളിങ്ങനെ എടുക്ക ഫാദറിന് കൊടുക്കാൻ വേണ്ടി. ആ ടൈമില് ഫാദർ അത് മേടിക്കുന്നില്ല കൈ കൊണ്ട്. അപ്പൊ എല്ലാരും പറയുന്നുണ്ട് വാങ്ങുന്ന് പറയുന്ന സമയത്ത് ആളത് വാങ്ങുന്നില്ല. അപ്പൊ ആള് പറയണത് അവിടെ വെച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിക്ക് അപ്പൊ തന്നെ സങ്കടാവാണ്. അത് വെച്ചോന്നല്ലേ പറയാം, അത് വാങ്ങുന്നില്ല. അപ്പൊ അവിടെ ഒരു റിജക്ഷൻ ബോണ്ട് ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, ചുറ്റുമുള്ളവർ അത് തുറന്നു നോക്കുക, അവള് തന്നതല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആളത് എടുത്തു, ഫാദർ അത് എടുത്ത് തുറന്നു നോക്കിയപ്പോ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. ഈ ഗിഫ്റ്റ് കണ്ട പാടെ ഫാദർ അതെടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ഇതാണ് നിനക്ക് തരാനുള്ള, ഇവിടെ ഇത്രയും പേരുണ്ടായിട്ട് നല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുത്തത്, നിനക്ക് ഇത് തരാനാണെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് അതിനെ ഭയങ്കര ഇതായിട്ട് പറയാണ്. ആ സമയത്ത് ആൾക്ക് വരുന്നതാണ് ഈ ഷെയിം വൂണ്ട്. കാരണം എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു ക്രിറ്റിസിസം പോലെ ആൾക്ക് ഫീൽ ചെയ്യാണ്. അതിന്റെ ഒപ്പം റിജക്ഷൻ വൂണ്ട് ഉണ്ട്, അല്ലെ, ആ സ്നേഹം കിട്ടാത്തതിന്റെ ഫീൽ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഈ ഷെയിം വൂണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. ഇപ്പൊ ആ ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോഴത്തേക്കും ഫാദർ വാങ്ങിയില്ലല്ലോ, അല്ലേ. അപ്പൊ അവരുടെ അഡൽട്ട്ഹുഡിലാകുമ്പോ എങ്ങനെയാന്ന് വെച്ചാൽ ഒരാൾക്കൊരു സാധനം കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരിക്കും. ഒരു സാധനം ഒരാൾക്ക് വേണ്ടി വാങ്ങാന്ന് പറഞ്ഞാൽ ചിലപ്പോ വേറെ ആരെങ്കിലും കൂടെ ചെല്ലണം അത് വാങ്ങാൻ പോണ സമയത്ത്. കാരണം ഇവർക്ക് ഒറ്റയ്ക്കൊന്നും തെരഞ്ഞെടുക്കാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ വരും. സെൽഫ് എസ്റ്റീം കുറവാവാം, സെൽഫ് ക്രിറ്റിസിസം ആയിരിക്കും. ഇങ്ങനെ സ്വന്തമായിട്ട് തന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആരെങ്കിലും ജഡ്ജ് ചെയ്യോ എന്നുള്ള പേടിയായിരിക്കും. ഞാൻ ഇങ്ങനെ ചെയ്ത് അവരൊക്കെ എന്നെ എന്തെങ്കിലും പറയോ, ഞാൻ ഇതുകൊണ്ടേ കൊടുക്കുമ്പോ എല്ലാവരുടെ മുമ്പിൽ വെച്ചായിരിക്കും എന്നോട് ഇങ്ങനെ പറയണേ, ഇല്ലെങ്കിൽ ഞാന് വെക്കുന്ന പ്ലാൻ അത് റിജക്ട് ചെയ്യോ, അൺവേർത്തി ആയിരിക്കോ, അങ്ങനെയുള്ള തോന്നലൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതാണ് ഷെയിം വൂണ്ട് എന്ന് പറയാം. പിന്നെയുള്ളതാണ് ഹ്യൂമിലിയേഷൻ വൂണ്ട്. ഹ്യൂമിലിയേഷൻ വൂണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഷെയിം വൂണ്ട് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഇത്. കുറച്ചും കൂടി ആളുകളുടെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത്രയും നമുക്ക് അവര് ജീവനാണ്, എന്നിട്ട് അവര് തന്നെ നമ്മൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഹ്യൂമിലിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ഹ്യൂമിലിയേഷൻ വൂണ്ട് എന്ന് പറയാം. ചിലപ്പോ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അവൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്ന, ഏറ്റവും കൂടുതൽ കൂട്ടായിരുന്ന സ്വന്തം അനിയത്തെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാണ്, ഇതെന്ത് അഗ്ലിയാണ് കാണാൻ എന്ന് പറയുന്ന സമയത്ത് ആ ടൈമില് ഒരു ഹ്യൂമിലിയേറ്റഡ് ഫീലാണ് ആൾക്ക് വരുന്നത്. അത്രയും പേരുടെ ഒരു ഫംഗ്ഷന് പോയി അത്രയും ആളുകളുടെ മുന്നിൽ വെച്ചാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് കരച്ചില് വരുന്നുണ്ട്, കരയാനും പറ്റുന്നില്ല. അനിയത്തിന് അത്രയും ഇഷ്ടമാണ്. അത്രയും ഇഷ്ടമുള്ള ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ എതിർത്തൊന്നും പറയാനും പറ്റാണ്ട് നിസ്സഹായത ഉള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഈ ഹ്യൂമിലിയേഷൻ വൂണ്ട് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇത് എക്സാമ്പിൾ ആണ്, പലതും ആവാം. എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ പബ്ലിക്ലി എംബാരസ് ചെയ്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോഴേക്കും അതിൽ നിന്ന് നമുക്ക് വരുന്നതാണ് ഈ ഹ്യൂമിലിയേഷൻ വൂണ്ട് എന്ന് പറയാം. അവർക്ക് വലുതാവുന്ന സമയത്ത് ഈ സോഷ്യൽ പരമായിട്ടുള്ള ഈ ഫങ്ഷൻസ് ഗ്യാതറിങ്സിനൊക്കെ പോവാൻ ഭയങ്കര പേടിയാവാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരുടെ മുന്നിൽ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയോ എന്നുള്ളൊരു പേടി എപ്പോഴും ഇവർക്ക് ഉണ്ടാവും. പിന്നെ പലപ്പോഴും ഇവരിങ്ങനെ ഗ്യാതറിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാതിരിക്കും. ഒറ്റയ്ക്ക് ഇങ്ങനെ 2-3 പേരാണെങ്കിൽ ഓക്കെ, പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ പോവാതിരിക്കാനായിരിക്കും ഇവര് ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, പിന്നെ ഉള്ളതാണ് പെർഫെക്ഷനിസം വൂണ്ട്. പെർഫെക്ഷനിസം വൂണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇപ്പൊ നമ്മളെ കുഞ്ഞിലെ ഇങ്ങനെ ഭയങ്കര പ്രഷറെയാണ്, നിങ്ങൾ പെർഫെക്റ്റ് ആവണം. ചിലപ്പോ അത് നമ്മൾ ചുറ്റും ആരും ആയിരിക്കാം, പാരന്റ്സോ കെയർ ഗിവറോ ടീച്ചേഴ്സോ എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻസ്. നമുക്ക് പറ്റുന്ന ഒരു ലിമിറ്റ് ഇല്ലേ, അതിനേലും ഹൈ എക്സ്പെക്ടേഷൻസ് ആണ് ഇവര് നമുക്ക് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ വരുന്നതാണ് പെർഫെക്ഷനിസം എന്ന് പറയാം. ഇപ്പൊ നോക്കിയേ, ഒരു കുട്ടിക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഫുട്ബോൾ ഒരു മാച്ച് നടക്കാണ്, പാരന്റ്സിനെ വിളിച്ച് കാണാൻ വേണ്ടിട്ട് ഇരുത്തിയിട്ടുണ്ട്. ആള് ഗോൾ അടിക്കുന്ന സമയത്തൊന്നും പാരന്റ്സിന്റെ മുഖത്തൊരു ചിരിയൊന്നും അവൻ കാണുന്നില്ല. അത് കഴിഞ്ഞപ്പോ പാരന്റ്സിനോട് വന്ന് ചോദിക്കുമ്പോൾ അവർ പറയാണ്, ഇതൊക്കെ ഏത് സകല കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്ത ആ ഒരു കാര്യത്തിന് അവർ അപ്രീഷിയേറ്റ് ചെയ്തില്ല. പക്ഷെ ചുറ്റുള്ള എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷെ ആ കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടിക്ക് വേണ്ട അപ്രീസിയേഷൻ എവിടെ നിന്നായിരുന്നു? ആ പാരന്റ്സിൽ നിന്നാ. അപ്പൊ ആള് ഭയങ്കരമായിട്ട് അതിന് ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുക, ഭയങ്കര എക്സസൈസും വാമപ്പ് അങ്ങനത്തെ പല കാര്യങ്ങളും, കോച്ചിങ് തന്നെ ഓവർ ടൈം ആണ് ചെയ്തുകൊണ്ടിരിക്കണേ. അങ്ങനെ ആൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ഒരു കാര്യം പാരന്റ്സിന്റെ പ്രഷർ കൊണ്ട്, അല്ലെങ്കിൽ പാരന്റ്സ് ഒന്ന് അംഗീകരിക്കാൻ വേണ്ടി അത്രയും പെർഫെക്റ്റ് ആയാൽ മാത്രമേ അവർ അംഗീകരിക്കൂ എന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിൽ മാക്സിമം പെർഫെക്റ്റ് ആവാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോ ഇഷ്ടത്തോടെ ചെയ്തിരുന്ന കാര്യം പിന്നെ നമ്മളെ മൊത്തത്തിൽ ഡ്രെയിൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറാം. നമ്മളത് അറിയാതെ നമ്മളത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാണ്, നമ്മളവിടെ ഡ്രെയിൻഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിനെയാണ് ഈ പെർഫെക്ഷനിസം വൂണ്ട് പറയാം. അപ്പൊ അവരെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡൾട്ട്ഹുഡ് ആകുമ്പോഴേക്കും ഓവർലി ക്രിട്ടിക്കൽ ആയിരിക്കും. നമ്മളെ പറ്റി തന്നെ ഓർത്ത് ഓവർലി ക്രിട്ടിക്കൽ ആയിരിക്കും. ഫെയിലിയർ പേടിയായിരിക്കും. കാരണം ഇവരുടെ കൂടെ ഉണ്ടായവരൊക്കെ പെർഫെക്ഷനിസം വേണം വേണം എന്ന് പറഞ്ഞ ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഫെയിലിയേഴ്സ് പേടിയായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താലും ഒരു തൃപ്തി ഉണ്ടാവില്ല. നമ്മൾ എന്ത് വേണേലും ചെയ്യും, പക്ഷെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഫീൽ ആയിരിക്കും, ഒരു തൃപ്തി ഇല്ലാത്ത പോലെ നമുക്ക് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ തന്നെ മറ്റുള്ളവരായിട്ട് നമ്മളെ കമ്പയർ ചെയ്ത് നോക്കും. അതുപോലെ കുഞ്ഞിലെ നോക്കുകയാണെങ്കിൽ പാരന്റ്സ് ചിലപ്പോൾ പറയുന്നുണ്ടാവും, കുറച്ചും കൂടി അവനെ പോലെ ആയാൽ നിനക്ക് എന്താ. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ ഞാൻ കുറച്ചും കൂടി പെർഫെക്റ്റ് ആണോ പെർഫെക്റ്റ് ആണോ, പക്ഷെ നമ്മളുടെ ആ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അത്രയും കഴിഞ്ഞ് നമ്മൾ ഈ റിഗ്രസ്ലി ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്ക് അഡൾട്ട് ആവുമ്പോഴേക്കും അവരെ തന്നെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ക്രിട്ടിക്കലായിട്ടായിരിക്കും അവരെ തന്നെ കണ്ടുകൊണ്ടിരിക്കണേ. അവർക്ക് എന്ത് ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, കോൺസ്റ്റന്റ് ഡിസാറ്റിസ്ഫാക്ഷൻ ഫീൽ ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പെർഫെക്ഷനിസം വൂണ്ട്. ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ. ഇനി അടുത്തതാണ് എൻമെഷ്മെന്റ് വൂണ്ട്. ഓക്കെ, എൻമെഷ്മെന്റ് വൂണ്ട് എന്നാണ് പറയാ. എന്ന് വെച്ചാ ഈ വൂണ്ട് എപ്പോഴാ വരാന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിലെ നമ്മളെ ബൗണ്ടറീസ് ഒന്നും കറക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. ഓക്കെ, ബ്ലഡ് ബൗണ്ടറീസ് എന്ന് പറയും. അങ്ങനത്തെ സമയത്ത് വരുന്നതാണ് ഈ ഒരു വൂണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ പാരന്റ് നമ്മുടെ കാര്യത്തിൽ ഓവർ ഇൻവോൾവ് ആവാ. ഓക്കെ, ആ സമയത്ത് വരുന്നതാണ്. ഇപ്പോ കുഞ്ഞിലെ ഒരു കാര്യങ്ങളും നമുക്ക് സ്വന്തമായി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ നമുക്ക് പ്രാപ്താണെന്ന് നമ്മൾ ചുറ്റുള്ളവർ പറഞ്ഞപ്പോ പോലും അവര് തീരുമാനിക്കുന്ന അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ ഏത് പെൻസിൽ എടുക്കണം, ഏത് ഗ്ലാസ്സിലെ വെള്ളം കുടിക്കണം എന്ന് വരെ ഈ പാരന്റ് ആണ് തീരുമാനിക്കുന്നത്. വെച്ചാൽ ആ കുഞ്ഞിന് തീരുമാനിക്കാനുള്ള ഒരു ഫ്രീഡം പോലും ഒട്ടും കൊടുക്കാതെ ഓവർ ഇൻവോൾവ്മെന്റ് ആയിരുന്നു ആ പാരന്റ് എന്ന് വിചാരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഈ എൻമെഷ്മെന്റ് കൊണ്ടുവരാം. എന്ന് വെച്ചാൽ ആ കുഞ്ഞിന് അതിൻ്റെതായ ഒരു ബൗണ്ടറി അവിടെ ഇല്ല, പാരന്റ്സ് ഓവർ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അത് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അത് ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ വേറൊരു രീതി ഉണ്ട്. എന്ന് വെച്ചാ അപ്പൊ ഒരു വീട്ടിലൊരമ്മ. ഓക്കെ, ഈ അമ്മ തുടർച്ചയായിട്ട് മോനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അമ്മ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ വളർത്തണേ, നമുക്ക് കുറെ കടങ്ങളൊക്കെ ഉണ്ട്, നീ വലുതായിട്ട് വേണം ഇതൊക്കെ മാറ്റാൻ ഒക്കെ പറഞ്ഞിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്നിലാണ് എന്റെ പ്രതീക്ഷ മുഴുവൻ ഉള്ളത്, എന്റെ സങ്കടങ്ങൾ നീയാണ് മാറ്റി തരേണ്ടത് വലുതാവുമ്പോ, നീ അല്ലാണ്ട് ആരില്ല. അത് അമ്മേന്റെ ആ ഒരു അമ്മ ആ കുട്ടീന്റെ അടുത്ത് പറയാണെന്ന് വിചാരിക്കും. ഇവൻ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ നടക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ തുടർച്ചയായിട്ട് ആളുടെ വിഷമങ്ങൾ മാത്രമാണ് ഈ കുട്ടിയായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കണേ. വിഷമങ്ങളും അതിനോടൊപ്പം തന്നെ അവിടെ വരുന്ന കാര്യം, നീ വേണം എന്നെ രക്ഷിക്കാൻ, നീ വേണം എന്നെ ഇതിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതും ഈ കുട്ടീനോട് ഈ അമ്മ പറയാം. അമ്മയുടെ അവസ്ഥ അമ്മ ഈ കുട്ടീനോട് പറയാണ്.
പക്ഷെ ഈ കുട്ടിയിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ആ കുട്ടീൻ്റെതായ കുറെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആ ഒരു പ്രായത്തില് ഇത് കോൺസ്റ്റന്റ് ആയിട്ട് കേട്ട് കേട്ട് ആൾക്കും അറിയാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പൊ ഞാൻ അധികം സന്തോഷിക്കാൻ പാടില്ല, ഞാൻ അമ്മേന്റെ വേദനയിൽ തന്നെ വേണം നിൽക്കാൻ, ഞാൻ സന്തോഷിച്ച അത് അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നത് ശരിയല്ല എന്നുവെച്ചാൽ ചെറിയ കാര്യത്തിന് പോലും ആള് ചിരിക്കാണ്ടൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ വരുമ്പോഴേക്കും എന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നിലും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആദ്യം പറഞ്ഞതില് പാരന്റ്സ് സ്ട്രിക്റ്റ് ആയിട്ട് ഓവർ ഇൻവോൾവ് ചെയ്യുന്നു. ഇതില് ആ പാരന്റ്സ് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് ആ കുട്ടി അതിന്റെ ഉള്ളിലായി പോവാണ്. ആ കുട്ടിക്ക് ബൗണ്ടറി വെക്കുന്നില്ല. നമ്മൾ കുഞ്ഞിലെ നമ്മളിപ്പോഴും ബൗണ്ടറി വെക്കാത്തവരുണ്ടില്ലേ. അപ്പൊ കുഞ്ഞിലേയും അവർക്ക് എന്താ ആ ഒരു വിഷമത്തിന്റെ അതിൽ നമ്മളങ്ങ് ഒരു ആ ഒരു ലോക്കായ പോലത്തെ ഒരു ഫീൽ അല്ലേ അതിൽ വരാ. അപ്പൊ ആ കുട്ടിയും എന്ത് ചെയ്തു, ഇമോഷൻസ് സപ്രസ് ചെയ്യാൻ തുടങ്ങി, ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല. കാരണം അമ്മയുടേതായ കുറെ ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഈ കുട്ടീൻ്റെ അടുത്ത് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ എൻമെഷ്മെന്റ് വൂണ്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ അവർക്ക് വലുതാവുമ്പോൾ വരുന്ന ഒരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് കാര്യങ്ങളാണെങ്കിലും അവർക്ക് ഈ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തും വന്നോട്ടെ, റിലേഷൻഷിപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എപ്പോഴെങ്കിലും സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തെന്ന് വിചാരിക്കും. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര കുറ്റബോധമായിരിക്കും, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഓവർ ഇൻവോൾവ് പാരന്റ്സ് ഉണ്ടായി. അങ്ങനെ ജോലി കിട്ടിയ സമയത്ത് സ്വന്തമായിട്ട് ഒരു ഡ്രസ്സ് എടുത്തു. പക്ഷെ ആ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് അത് ഉടുക്കാൻ പറ്റുന്നില്ല. കാരണം കുറ്റബോധമാണ്. ആദ്യമായിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്തു, പക്ഷെ അത് ശരിയല്ലാത്ത പോലെ നമുക്ക് സ്വയമേ തോന്നാണ്. കാരണം നമുക്ക് ഈ വൂണ്ട് ഫേസ് ചെയ്തവരാണെങ്കിൽ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ പ്രശ്നങ്ങളാണെന്ന് കരുതി അങ്ങനെ ഈ ഒരു എൻമെഷ്മെന്റ് വൂണ്ടിന്റെ ഒരു എഫക്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൽ ഇങ്ങനെ കുറെ വിഷമങ്ങളൊക്കെ ഒരാൾ നമ്മളോട് കോൺസ്റ്റന്റ് ആയിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിലാണ് വളർന്നുകൊണ്ടിരിക്കണേ. അപ്പൊ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോ പിന്നെ നമ്മൾ വലുതാവുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതും നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മൾ ആ വിഷമത്തിൽ തന്നെയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതാണ് എൻമെഷ്മെന്റ് വൂണ്ടില് ഉള്ള കാര്യങ്ങള്. ക്ലിയർ ആണോ? യെസ് മാം. ആണാണ്. ഓക്കെ. പിന്നുള്ളതാണ് ഫിയർ ഓഫ് ഇന്റിമസി വൂണ്ട്. ഇന്റിമസി വൂണ്ടാണ്. ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയിട്ടില്ല, നമ്മളെ നെഗ്ലക്ട് ചെയ്തു എന്നുള്ള ഫീൽ ഉണ്ട്. എന്തോ പറഞ്ഞോ. Enmeshment, could you spell it, please? EN ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാം, ചാറ്റിൽ ഇടാം. Okay, ma'am. ENMESH ആണോ? അതെ, ചാറ്റിൽ ഇട്ടിട്ടുണ്ടേ. കണ്ടിന്യൂ ചെയ്യട്ടെ. Yes, ma'am. അപ്പോ ഇന്റിമസി വൂണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് നെഗ്ലക്റ്റ് ഫീൽ ചെയ്തു, നമ്മൾ റിജക്ഷൻ വൂണ്ടിലൊക്കെ വരുന്ന പോലെയൊക്കെ തന്നെ ഇവിടെ ഏകദേശം സെയിം ആണ്. അപ്പൊ ഇന്റിമസി വൂണ്ട് എന്ന് പറയുമ്പോഴേക്കും അതിലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പോ നമ്മൾ കുഞ്ഞിലെ പനി വന്നിട്ട് കിടക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോ എനിക്കൊരു ചേച്ചി ഉണ്ടായി. ചേച്ചിക്ക് പനി വന്ന സമയത്ത് അമ്മ ഇടക്കിടക്ക് പോയിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു, എങ്ങനെയുണ്ട്, പനിയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കും. കഞ്ഞി കൊടുക്കും, വെള്ളം കൊടുക്കും, മരുന്ന് കൊടുക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, അതിനുശേഷം എനിക്ക് പനി എനിക്ക് വന്നു, ഞാൻ കിടക്കാണ്. അമ്മ ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയിട്ട് ആള് പോവാണ്. പിന്നെ ഒന്നും നോക്കുന്നില്ല, ചൂടുണ്ടോ നോക്കുന്നില്ല, ഭക്ഷണം തരുന്നില്ല. പക്ഷെ അന്നത്തെ ദിവസം ആള് വന്നിട്ടില്ല. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അമ്മ പിന്നെയും വന്ന് തന്നെ നോക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാ ആ വരാത്ത സമയത്ത് എനിക്ക് തോന്നാണ് അമ്മയ്ക്ക് എന്നെ വേണ്ടേ, അതെന്താ ചേച്ചിയുടെ അടുത്ത് മാത്രം ഇങ്ങനെ എന്നോട് ഇഷ്ടമില്ലെന്ന് തോന്നാണ്. ആ തോന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കും പിറ്റേ പ്രാവശ്യം അമ്മ വീണ്ടും വരണം. അപ്പൊ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വന്നില്ലേ.
അപ്പൊ അതിനെയാണ് ഈ ഇന്റിമസി വൂണ്ട് എന്ന് പറയാ. അപ്പൊ അതിന്റെ അഡൽഹുഡിൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലോസ് റിലേഷൻഷിപ്പ് ഒക്കെ ഫോം ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉണ്ടാവും. അതുപോലെ ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതുപോലെ ആളുകളെ പുഷ് അവേ ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഇന്റിമസി വൂണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇതിനെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വെബിനാറിൽ നമ്മളൊരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് നമ്മൾ ഇത് നോക്കിയതാണ്. ഇന്നർ ചൈൽഡ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇന്നർ ചൈൽഡ് വൂൺസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്താ, ഹീലിംഗിന്റെ കാര്യമാണ്. ഈ വൂൺസിനെ നമ്മൾ സ്വയം ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് നമ്മൾ നോക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ചിലപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റാത്തായിരിക്കാം, ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അങ്ങനെ എന്തോ ആയിക്കോട്ടെ. ഇത് എന്തെങ്കിലും നമ്മളെ ചൈൽഡ്ഹുഡ് ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാണോ എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ഐഡന്റിഫൈ ചെയ്യുക. അതല്ലാന്നാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതിന്റെ എഫക്റ്റ് തന്നെയാണോ എന്നാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടൊരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് സെഷൻസ് എടുക്കണം. ഓക്കെ, അപ്പോ ഇന്നിപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു നമ്മളിവിടെ ഇന്നർ ചൈൽഡിന്റെ ബേസിക്കും അഡ്വാൻസ് കോഴ്സസ് വിൻബിളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നാണെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ ബേസിക്കില് നമ്മൾ വിഷ്വലൈസേഷനും ജേർണലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഈ വൂൺസും ഡിഫൻസ് മെക്കാനിസം, തിയറീസ്, സൈക്കോളജിക്കൽ തിയറീസ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുക. അഡ്വാൻസിലേക്ക് വരുമ്പോൾ 2 വീക്സിന്റെ ഒരു പ്രോഗ്രാം ആണ്. അപ്പൊ അതിൽ നമുക്ക് ഡ്രീം അനാലിസിസ് വരുന്നുണ്ട്, സൗണ്ട് ഹീലിംഗ് വരുന്നുണ്ട്, പിന്നെ ചെറിയൊരു ഭാഗം അരോമ തെറാപ്പിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എനർജി ഹീലിംഗ്, കണക്റ്റഡ് ബ്രീത്തിങ്, CBT. ഇങ്ങനെയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ അഡ്വാൻസിൽ വരാം. അപ്പൊ അഡ്വാൻസിൽ പ്യോർലി എല്ലാം സൈക്കോളജിക്കൽ മാത്രമല്ല, നമ്മൾ അതില് സൗണ്ട് ഹീലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും അതിന്റെ ടെക്നിക്സ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലിയർ ആണോ? Yes, ma'am. Thank you so much. ഓക്കെ, താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാഡം. താങ്ക് യു. അപ്പൊ ഇതില് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ഒന്നുകൂടി ചിലപ്പോൾ ഞാൻ റെക്കോർഡൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് വീണ്ടും ഡൗട്ട് ഒക്കെ വരാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. വിൻബിൾ അക്കാഡമിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്പർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ. Okay, ma'am. Thank you, ma'am. Night. ഓക്കെ, താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.